ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ വി എസിന്റെ കാര്യത്തിലും വി എസിനും പി ജയരാജനും ഒക്കെ നിഷിദ്ധമായത് എങ്ങനെയാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ ശരിയായി വരിക? കാരണം വി എസിന്റെ പടം വെച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. അന്ന് അത് പാർട്ടി രീതിയല്ല, സി പി എമ്മിന് ഇങ്ങനെ ഒരു രീതിയില്ല എന്ന് പറഞ്ഞത് അന്ന് പിണറായി വിജയനാണ്. അന്ന് വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ആ പടം മാറ്റിയെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഇപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട്, ഒരു വീഡിയോ ഗാനം പുറത്തിറങ്ങി. അത് കേരളം മുഴുവൻ പ്രചരിക്കുന്ന ഒരു ഘട്ടം വന്നു. അത് രാത്രിക്ക് രാത്രി അത് നിർത്തിച്ചില്ലേ? അപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ ഇത്തരം സ്തുതിഗീതങ്ങൾ, സ്തുതിവാചകങ്ങൾ, വാക്കുകൾ ഒക്കെ വരുമ്പോൾ അതങ്ങ് നടക്കട്ടെ എന്ന രൂപത്തിൽ വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായ നിലപാട് പാർട്ടിയിലെ നേതാക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്? ഇത് തമ്പ്രാനും പ്രജകളും എന്നൊരു രീതി എങ്ങനെയാണ് ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സ്മൃതി, ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പിണറായി വിജയന്റെ പുറത്തേക്ക് ചാരി വെക്കുന്നത് എന്തിനാണ്? അതാണല്ലോ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരേണ്ടത്. ഇതെന്തിനാണ് പിണറായി വിജയന്റെ മേത്തേക്ക് ചാരുന്നത്? ഞാനത് ചോദിക്കാൻ കാരണം, ഇത് പിണറായി വിജയനോ CPM പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഗാനമാണെങ്കിൽ, താങ്കൾ പറയുന്ന പോലെ സ്തുതി ആണെങ്കിൽ, ഈ പറയുന്നതിനൊക്കെ ഒരു യാഥാർത്ഥ്യവും ന്യായവും യുക്തിയുമുണ്ട്. ഇതെന്താ സംഭവിച്ചത്? ഇപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന KSCAയുടെ നേതാവായിട്ട് ശശികുമാർ ഉൾപ്പെടെ, അതിന്റെ പ്രസിഡന്റ് P. ഹണിയാണ്. ഹണി ഉൾപ്പെടെ തീരുമാനിച്ചിട്ടാണ് ഈ പറഞ്ഞ ചിത്രസേനോട്, പൂവത്തൂർ ചിത്രസേനൻ എന്ന അദ്ദേഹം കാവ്യരംഗത്ത് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ചിത്രസേനോട് പറയുന്നത്, പിണറായിയുടെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം, അദ്ദേഹത്തിന്റെ ജീവിതകാലം, രാഷ്ട്രീയ പ്രവർത്തനം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഗാനമാക്കി താങ്കൾ രചിക്കണം. എന്നിട്ട് സെക്രട്ടേറിയറ്റിലെ തന്നെ KSCയിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള KS വിമലിനെ കൊണ്ടാണ് സംഗീതം ചെയ്യിപ്പിച്ചത്. അതങ്ങനെ അവർ തീരുമാനിച്ചതാണ്. KSC എന്ന സംഘടന തീരുമാനിച്ച് ഇയാൾ ചിത്രസേനെ ചുമതലപ്പെടുത്തി. ചിത്രസേനൻ ആദ്യം അത് ചിട്ടപ്പെടുത്തി, വരികൾ എഴുതി കൊടുത്തു. അത് വിമലൂടിരുന്ന് ഒന്ന് ചിട്ടപ്പെടുത്തി. വീണ്ടും ഈ സമിതി, ഇവരുടെ KSCയുടെ തന്നെ സമിതി പരിശോധിച്ചിട്ട് അതൊന്നുകൂടെ മിനുക്കി എന്നിട്ടാണ് ഈ ഗാനമാക്കുന്നത്. അങ്ങനൊരു ഗാനം ഉണ്ടാക്കിയതിനും പഴി എവിടെയാണ്? CPMന്. അതിലും പ്രധാനപ്പെട്ട വഴി പിണറായി വിജയന്. ഇതെല്ലാം പിണറായി വിജയനെ വാഴ്ത്തുന്നതിനാണ് എന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറഞ്ഞോളൂ എന്ന് തന്നെ ഞാൻ പറയും. പിണറായി വിജയനെ വാഴ്ത്തുന്നതിനാണ് ഈ പാട്ടെന്ന് താങ്കൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനം വേണമെന്നേ. അത് പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ടല്ല എന്ന് വിശ്വസിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും തരണം എന്ന് മാത്രം. ശ്രീജേന്ദ്രൻ, ആസ്വദിക്കാൻ ആളുണ്ടാകുമ്പോഴാണ് ഒരേ താളത്തിൽ പാട്ടുകൾ ഉണ്ടാവുക. അതൊരു സത്യമല്ലേ? ആസ്വദിക്കാൻ ആളുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും സ്തുതിഗീതങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് മറ്റു നേതാക്കളുടെ കാര്യത്തിൽ അങ്ങനെ സ്തുതിഗീതങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ പാർട്ടി അനുവദിക്കുന്നില്ല? പി ജയരാജന്റെ കാര്യത്തിൽ രാത്രിക്ക് രാത്രി നിർത്തിച്ചല്ലോ. വി എസിന്റെ കാര്യത്തിൽ വി എസിന്റെയും സ്ഥാനാർത്ഥികളുടെയും കൂടെ പടം വെച്ചത് മാറ്റിച്ചല്ലോ. പിന്നീട് പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയ ഘട്ടത്തിലാണ് വലിയ ഫ്ലക്സുകളും വലിയ പടങ്ങളുമായി പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിന്റെ ചിത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾക്കും അറിയാം. താങ്കൾ പറയുന്ന യുക്തി ശരിയാണ്. എന്നെ പുകഴ്ത്തിക്കൊണ്ട് കുറെ പേർ പാട്ട് എഴുതിയാൽ ഞാനെന്ത് ചെയ്യാൻ? അതാണ് ഇന്നലെ മുഖ്യമന്ത്രിയും പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാൻ എന്ന രൂപത്തിലാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് ആസ്വദിക്കുന്നു എന്നിടത്താണ് അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്ന വിമർശനം വരുന്നത്. ശ്രീ ജയേന്ദ്രൻ, അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടതല്ല, വേറൊരു മലയാള സിനിമയിലെ ഇപ്പോഴും ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനുമാണ്. ഞങ്ങളുടെ ഒരു സംഭാഷണ മധ്യേ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഒന്ന് പുകഴ്ത്തി എഴുതിയ എന്താ കുഴപ്പം, എന്താ? ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല. അല്ല, ഞാനൊരു സെലിബ്രിറ്റിയാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഉണ്ട്, അക്കാര്യത്തിൽ സംശയം എന്താ ഉള്ളത്? അപ്പോൾ അത്തരം സെലിബ്രിറ്റികൾ നിങ്ങളൊന്ന് പുകഴ്ത്തി എഴുതിയതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല, കൂടുതലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പലപ്പോഴും എന്നെ ഇകഴ്ത്തിയാണല്ലോ നിങ്ങൾ സംസാരിക്കാറുള്ളത്. അത് ഞാൻ പറഞ്ഞ വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണ്. അതല്ല, ഈ ആംഗിളും ചിന്തിച്ചുകൂടെ? സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു സെലിബ്രിറ്റി അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹമായിട്ടുള്ള ആ സംഭാഷണത്തിലാണ്. ശരിയായിരിക്കാം, സെലിബ്രിറ്റികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവാം, ചിലരങ്ങനെ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം, അത് വേറെ കാര്യം. ഞാനത് സിനിമയിലൊരു ഉദാഹരണം പറഞ്ഞെനിക്ക് നേരിട്ടുള്ള അനുഭവമായതുകൊണ്ടാണ്. ഇതിപ്പോ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞിട്ടല്ലല്ലോ KSCAയുടെ ചുമതലയിൽ ഈ പാട്ടെഴുത്ത് നടക്കുന്നത്. ചിത്രസേന ആ പാട്ട് എഴുതിയപ്പോൾ അതിന് ഒന്നുകൂടെ മിനുക്കണം എന്ന് പറയാൻ ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന് വേണ്ട എന്നിടത്ത് വേണ്ട എന്ന് പറയാൻ കൃത്യമായിട്ടറിയാം.
അത് ഒരു പരിപാടിയിൽ കമ്പയർ ചെയ്യുന്ന പെൺകുട്ടിയോട് പ്രസംഗം നിർത്തിക്കാൻ പറയാനാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയിലെ തന്നെ ഒരു വനിതാ സഖാവിനോട് ഇടയ്ക്ക് വെച്ചിട്ട് പ്രസംഗം നീട്ടരുത് എന്ന് പറയാനാണെങ്കിലും മുഖ്യമന്ത്രിക്ക് അതറിയാം പറയാൻ. അപ്പോൾ നേരത്തെ അറിഞ്ഞൊരു കാര്യം വേണ്ട എന്ന് പറയാൻ എന്താണ് ഒരു തടസ്സം? അല്ല, അതല്ല, ഇതിൻ്റെ അകത്ത് പ്രചരിപ്പിച്ച ഈ എന്തൊക്കെ കഥകളാണ്. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എന്നെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്നെ ആരെങ്കിലും അനുകൂലിച്ചെഴുതിയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്, അത് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുമ്പോൾ എതിർക്കുന്നവർക്ക് മുഖ്യമന്ത്രി അർത്ഥമാക്കിയത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ? ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ശൈലിയുടെ യാതൊരു എലമെന്റിന്റെയും പ്രശ്നമേ വരുന്നില്ല. കാരണം ഇത് കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പരിപാടിയാണ്. അവരാണ് തീരുമാനിച്ച് എഴുതിച്ചത് മുഖ്യമന്ത്രിയെ പറ്റിയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് അനുസൃതമായിട്ടാണോ തങ്ങൾ പാട്ടെഴുതേണ്ടത് എന്ന് പാർട്ടിയോട് അനുവാദം വാങ്ങിയിട്ടല്ല അവർ ചെയ്യുന്നത്. അത് അവരുടെ സ്വന്തം തീരുമാനമാണ്, ആ സംഘടനയുടെ തീരുമാനമാണ്. ആ സംഘടനയുടെ തീരുമാനത്തിന് മുഖ്യമന്ത്രിയോട് അനുവാദം വാങ്ങിക്കണം, CPM അനുവാദം വാങ്ങിക്കണം എന്നൊന്നും പറയാൻ ഞാനാണല്ല. താങ്കൾ പറയാം, അഭിപ്രായം ഇല്ല. മുൻപ് നടന്ന തിരുവാതിര പാർട്ടി സമ്മേളനത്തിലായിരുന്നല്ലോ. ഓരോന്നും വ്യത്യസ്ത സംഭവങ്ങളാണ് എന്ന രീതിയിൽ പറഞ്ഞു പോകാം. മുൻപൊരു തിരുവാതിര പാട്ടുണ്ടായിരുന്നല്ലോ. അതേന്നെ. അല്ല, ഇവിടെ ഇയാൾക്ക് ഈ പൂവത്തൂർ ചിത്രസേനന് കാറും ഡ്രൈവറും കൊടുത്ത് പുതിയ തസ്തികയും കൊടുത്തു എന്നുവരെയാണല്ലോ പ്രചരിപ്പിച്ചത് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട്. പോലും ഉണ്ടോ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട്? അല്ല, വാഹനം കൊടുക്കുന്ന അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് വീണ്ടും എങ്ങനെയാണ് നിയമനം കൊടുക്കുന്നത്? അല്ല, വസ്തുത ഒന്ന് അന്വേഷിച്ചാൽ പോരെ സ്മൃതി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമിച്ച ആളായിരുന്നു ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഈ സ്പെഷ്യൽ മെസഞ്ചർ. 66 വയസ്സ് കഴിഞ്ഞു ആ മനുഷ്യന്. എനിക്കിത് ചെയ്യാൻ വയ്യ ഇങ്ങോട്ട് പറയുകയാണ്, GAD പറയുകയാണ് കഴിഞ്ഞ വർഷം, എനിക്കിത് ചെയ്യാൻ വയ്യ. ഇതെന്താണ്? ഇത് പഠിക്കാൻ പറ്റാത്ത ഒരു ജോലിയാണോ? അത് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് LDF ഗവൺമെന്റ് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മെസഞ്ചർ തസ്തിക നിയമനമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. 66 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ ഉമ്മൻചാണ്ടി നിയമിച്ചതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമിച്ചതാണ്. അത് മുൻപും ഉണ്ട്. ഈ സ്പെഷ്യൽ മെസഞ്ചറിന്റെ പണി സെക്രട്ടേറിയറ്റിന്റെ അകത്തല്ല, സെക്രട്ടേറിയറ്റിന് പുറത്ത് മറ്റ് പ്രധാനപ്പെട്ട ഓഫീസുകളിൽ എത്തിക്കേണ്ട മെസ്സേജസ് ആണ് ഈ സ്പെഷ്യൽ മെസഞ്ചർ കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് പരിചയസമ്പന്ന ആൾക്കാർക്കാണ് കാലാകാലങ്ങൾ കൊടുത്തു പോന്നിട്ടുള്ളത്. ആ കീഴ്പ്പതിവ് തുടരുക മാത്രമാണ് ഇപ്പോൾ ഈ ചിത്രസേനന്റെ കാര്യത്തിൽ പരിചയസമ്പന്നത വേണ്ട ഒരു ജോലിയാണ്. അത് 66-കാരന് ആ ജോലിയിൽ തുടരണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പുറത്ത് ജോലി കാത്ത് യുവാക്കളുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെയാണ് റിട്ടയർ ചെയ്ത 22 വർഷ കാലം സേവനം അനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ആളെ വീണ്ടും നിയമിക്കുന്നത്. അദ്ദേഹം ഒരു സ്തുതിഗാനം എഴുതിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.